പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ചിക്കൻ ഗിസാർഡാണ്. ഇതിൻ്റെ മലയാളം പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ലിവറും കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ചിക്കൻ ഗിസാർഡ് വരട്ടുകയാണ്. ഗിസാർഡ് നല്ലോണം വൃത്തിയാക്കാണ്. ഇതിൻ്റെ പുറത്തുള്ള ഈ നെയ്യൊക്കെ എടുത്ത് കളയാം. ഇതിൻ്റെ ഉള്ളിലുള്ളൊരു മഞ്ഞ തോല് നന്നാക്കിയിട്ട് തന്നെയാണ് വാങ്ങിച്ചത്. എന്നാലും കുറച്ചുണ്ട്, അതും കൂടെ വൃത്തിയാക്കാണ്. ആ തോലെടുക്കുകയാണ്. എടുത്തിട്ടുണ്ട്. ഇനി ഇത് മുറിക്കുക. അധികം കട്ടിയില്ലാത്ത ഭാഗം ചെറുതാക്കി മുറിക്കുക. ഇതിൻ്റെ നടുക്ക് കട്ടിയുള്ളൊരു ഭാഗം ഉണ്ടല്ലോ, അത് ഇങ്ങനെ മുറിക്കുക. ഞാനിത് ബാക്കിയുള്ളതും കൂടെ നന്നാക്കി എടുക്കട്ടെ. നന്നാക്കി എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സ്പൂണ് ഇറച്ചി മസാല ചേർത്തു, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തു, ആവശ്യത്തിന് മുളക് പൊടി ചേർക്കുക. നമ്മളിതിൽ പച്ചമുളകൊക്കെ ചേർക്കും, അതുകൊണ്ട് മുളക് പൊടി ആവശ്യത്തിന് ചേർക്കുക. 2 സ്പൂണ് മല്ലിപ്പൊടി ചേർക്കുക. ഒരു അര ഗ്ലാസ് വെള്ളം ചേർക്കുക. അര ഗ്ലാസ് മതി. ഇതിൽ വെള്ളം ഉണ്ടാവും വെന്ത് കഴിയുമ്പോൾ. ഇനി ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഇളക്കിയിട്ട് നമുക്ക് കുക്കർ അടുപ്പത്ത് വെക്കാം. 3 വിസില്. ഇത് അടുപ്പത്ത് കിടന്ന് വേവട്ടെ. 2 സവാള, ചെറിയൊരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെള്ളുള്ളി, പച്ചമുളക് എടുത്തിട്ടുണ്ട്. 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ലിവറാണ്. ഇത് കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ചതാണ്. 3 വിസിൽ വന്നു. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു. ഗിസാർഡ് വെന്തിട്ടുണ്ട്. ഇതിൽ കണ്ട നമ്മൾ ഒഴിച്ചതിനേക്കാളും കൂടുതൽ വെള്ളമുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു. പാന് ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് ഉള്ളി ഇടാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഉള്ളി ഇടണേ. ഉള്ളി കുറച്ച് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെള്ളുള്ളി മുറിച്ച് വെച്ചില്ലേ, അത് ചേർക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുക. ഗിസാർഡ് ഉപ്പിട്ട് വേവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് മതി. രണ്ട് തക്കാളി മുറിച്ച് വെച്ചത് ചേർക്കുക. കുറച്ച് ഇറച്ചി മസാല ചേർക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുക.
ഈ സവാളയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചില്ലേ ഗിസാഡ്, അത് ചേർക്കുക. ഇത് നല്ലോണം ഇളക്കിയതിന് ശേഷം നമ്മൾ ലിവർ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടില്ലേ, അത് ചേർക്കുക. മുറിച്ചിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ലിവറാണ്, അതും കൂടെ ചേർക്കുക. നല്ല ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇതിലുള്ള വെള്ളമൊക്കെ വറ്റിക്കൊണ്ടിരിക്കുന്നു. തീയെ നല്ലോണം കൂട്ടി വയ്ക്കുക. ഇതിലേക്ക് 1 സ്പൂണ് കുരുമുളക് പൊടി ഇടുക. കുറച്ചധികം മല്ലിച്ചപ്പിടുക. കുറച്ച് കറിവേപ്പില ഇടുക. അപ്പം നമ്മുടെ ഗിസാഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബെല്ലൈക്കണും ഓളും പ്രസ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.